പാലയിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. മാണി സി കാപ്പൻ വോട്ട് ചെയ്ത ശേഷം ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്തിനോട് നടത്തിയ പ്രതികരണം ആദ്യം കാണാം. ഇടത് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ രാവിലെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം വിവിധ ബൂത്തുകളിലെത്തിക്കൊണ്ട് ഏജന്റുമാരെയൊക്കെ കാണുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകൾ? അല്ല, പ്രതീക്ഷ നേരത്തെ പോലെ തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. ഇപ്പം ചാനലിൽ കൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടു, ജോസ് കെ മാണി മാണി സാറിൻ്റെ പേരിലുള്ള സഹതാപ തരംഗം ഇവിടെ ഉണ്ടായിരിക്കുകയാണെന്ന്. തികച്ചും മാണി സാറിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും അവഹേളിച്ചതാണ് ജോസ് കെ മാണി. കാരണം CF തോമസ് സാറിനെയും PJ ജോസഫിനെയും പോലുള്ള സീനിയർ നേതാക്കളെ അവഹേളിച്ച്, അപമാനിച്ച്, കൂക്കി വിളിച്ച്, അത് ഇവിടുത്തെ കേരള കോൺഗ്രസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ വികാര വോട്ടായി പുറത്തു വരും, സംശയം വേണ്ട. അത്രയേറെ അവരെ കോലം കത്തിച്ചു. പാരലായിട്ട് മണ്ഡലം കമ്മിറ്റികളുണ്ടായി. ജോസ് കെ മാണിയുടെ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മുഴുവൻ കാണിച്ച് സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ മാണി സാറിൻ്റെ പേരിൽ സഹതാപതരം കൊണ്ടെന്ന് പറയുന്നത് അപഹാസ്യമാണ്. അതുപോലെ തന്നെ പാലാ രൂപത അധ്യക്ഷൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ സ്ഥാനാർത്ഥിയോടോ ഒന്നും ഒരു മമതയുമില്ല. അതിൻ്റേതായ രീതിയിൽ സഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമില്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു നിലപാട് സഭയും സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തോട് മാന്യമായിട്ടല്ല പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയോട് പ്രത്യേക താല്പര്യം, ഒരു സ്ഥാനാർത്ഥിയോട് പ്രത്യേകിച്ച് എതിർപ്പോ ഇല്ല. അതായത് സഭ നിഷ്പക്ഷമായി നിലകൊള്ളൂ എന്നുള്ളൊരു പറഞ്ഞ അർത്ഥമാണ്. PJ ജോസഫ്, അതുപോലെ CF തോമസ്, ജോയ് എബ്രഹാം, സജി മഞ്ഞക്കടമ്പിൽ, ഈ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ പ്രചാരണ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. പ്രത്യേകിച്ചും കെ മാണിയോട് ഏറ്റവും അടുത്ത വ്യക്തിത്വങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയ് എബ്രഹാം, CF തോമസ് ഉൾപ്പെടെയുള്ളവർ. പക്ഷെ അവരെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അതിന് എത്രമാത്രം UDF-ൽ പ്രശ്നങ്ങളായിരിക്കും, അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്ന് വിചാരിക്കുന്നത്? തീർച്ചയായും സ്വാഭാവികമായ വോട്ടുകളായിട്ട് മാറണമെന്നുള്ള ഇടതുപക്ഷത്തോട്ട് തന്നെയാണല്ലോ വരേണ്ടത്. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ബോണസ് വോട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം തന്നെ ജയിക്കും. ഇവരെല്ലാം ഒന്നിച്ച് നിന്നപ്പോഴും 4700 വോട്ടിൻ്റെ വ്യത്യാസമില്ലാന്നുള്ള പ്രഗത്ഭനായ മാണി സാറിനോട്, ഇനിയിപ്പോൾ അത്ര പ്രഗത്ഭനില്ലാത്ത ജോസഫിനോട് മത്സരിക്കുമ്പം അത് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടും എന്തായാലും. നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സഹതാപ തരംഗം എന്നുള്ള ഒന്ന് എവിടെയും ഒരു ഫാക്റ്റായിട്ട് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ സഹതാപ തരംഗമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞിങ്ങനെ കൊട്ടിഘോഷി ചാനലിൽ കൂടെ പറയുന്നവർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടുകയില്ല. കാരണം രണ്ടാമത് ചിഹ്നം കൊണ്ട് കളഞ്ഞു. സ്വന്തമായിട്ട് പാർട്ടി ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള സീനിയർ നേതാക്കളെ അവഹേളിച്ചു. അവർക്കെന്താ ഇത് പറയാൻ അർഹത? PJ ജോസഫ് സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കെ മാണി സാറ് ഔസേപ്പച്ച ഞാനല്ലേ മുതിർന്നത്, ഞാൻ ചെയർമാൻ, നീ ഇപ്പോൾ വർക്കിംഗ് ചെയർമാനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് താൻ വർക്കിംഗ് ചെയർമാൻ ആയതെന്നാണ് PJ ജോസഫ് സാർ പറയാറുണ്ടായിരുന്നത്. അതാണ് അവർ അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തിയെയാണ് പിന്നീട് UDF-ൻ്റെ പ്രചാരണ പരിപാടിക്ക് എത്തുമ്പോൾ കൂക്കി വിളിക്കുകയും വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് ജോസ് കെ മാണിക്കും പറയാമായിരുന്നല്ലോ. PJ ജോസഫ് സാറിനെ പോലെ സീനിയറായിട്ടുള്ള ആളാണ്, അങ്ങ് ഇതിൻ്റെ ചെയർമാനായിരിക്കും, അല്ലെങ്കിൽ CF തോമസ് ചെയർമാനാകട്ടെ എന്ന് പറഞ്ഞ ഫോർമുലയിൽ വരാമായിരുന്നു. അതെല്ലാം കളഞ്ഞ് സ്വന്തം ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടി, പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പാർട്ടി ഇല്ലാതാക്കി കളഞ്ഞില്ലേ, ചിഹ്നം ഇല്ലാതാക്കിയില്ലേ, പരസ്പരം കോലം കത്തിച്ചില്ലേ. ഈ മണ്ഡലം ജില്ലാതലം മുതൽ മണ്ഡലം തലം വരെ കമ്മിറ്റികൾ വരെ ഉണ്ടായില്ലേ. അവർക്ക് ഇനി മാനസികമായിട്ട് എങ്ങനെ യോജിക്കാൻ കഴിയും? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്ന ഒരു അഡീഷണൽ ബോണസാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലും കെ മാണിയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ കെ മാണിയോട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു അനുകമ്പ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് അദ്ദേഹത്തോടുള്ള സ്നേഹം വാത്സല്യമൊക്കെ നിലനിർത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ ചിഹ്നവും ഒപ്പം തന്നെ അടുത്ത് നിന്ന PJ ജോസഫ്, CF തോമസ് ഉൾപ്പെടെയുള്ളവരെ കൂടെ നിർത്താനായിരുന്നു ജോസ് കെ മാണി ശ്രമിക്കേണ്ടത്. എന്നാൽ അത്തരമൊരു കാര്യങ്ങളൊന്നും അല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ സഹതാപ തരംഗം എന്ന രീതിയിൽ പറഞ്ഞു പരത്താനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു തരംഗവും ഇപ്പോൾ പാലായിലില്ല എന്ന് തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ വിലയിരുത്തൽ. പാലായിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കെ മാണിയുടെ പിന്തുടർച്ച അവകാശം കേരള കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് ജോസഫ് വിഭാഗം നേതാവ് ജോയ് എബ്രഹാം. അത് ഒരു കുടുംബത്തിന് അവകാശപ്പെട്ടതല്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമാണ്. കെ മാണിയുടെ തന്ത്രങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ കുതന്ത്രങ്ങളാണ് ഭരിക്കുന്നതെന്നും ജോയ് എബ്രഹാം ആരോപിച്ചു. മാണി സാറിൻ്റെ ആ ലെഗസി എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് എമ്മിനാണ് അതിന് അവകാശം. ഞങ്ങളൊക്കെ അതിൽ അർഹതപ്പെട്ടവരാണ്. ആ ലെഗസിക്ക് ഞങ്ങളൊക്കെ പങ്കാളികളാണ്. അതൊരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഒന്നും അല്ല. അപ്പോൾ ആ ലെഗസി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കേരള കോൺഗ്രസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ട്.
ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സിലാണ്. ഇത് കുടുംബകാര്യമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ചിഹ്നത്തിൻ്റെ കാര്യമാണ്. അത് ചിഹ്നം ആവശ്യം ഇല്ല എന്നുള്ള നില വന്നാൽ, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ചിഹ്നം ആരും നിഷേധിച്ചതല്ല, ആ ചിഹ്നം മനഃപൂർവ്വം വാങ്ങാതിരുന്നതാണ്. 100% വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി ജോസ് ടോം. പോളിംഗ് ശതമാനം ഉയരുന്നത് ഗുണം ചെയ്യുമെന്നും ജോസ് ടോം പ്രതികരിച്ചു. പൂവത്തോട് സ്കൂളിലെ 145 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു ജോസ് ടോം. ഒന്നുമില്ലല്ലോ, വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടണമല്ലോ. അല്ലാതെ എല്ലാം സുഗമമായി മുന്നോട്ട് പോകും എന്ന് ആർക്കും പ്രതീക്ഷിക്കുന്നില്ല. ബാക്കിയൊക്കെ ദൈവം നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ 13 ലീഡ് ചെയ്യും. എന്താണ് ഒരു പ്രതീക്ഷ? അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. 90% പോളിംഗ് ഉണ്ടായാൽ 13 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യും. കെ മാണി പിന്നിൽ തലനാടും തലപ്പുറത്തുമായിരുന്നു കഴിഞ്ഞ. അതിൻ്റെ സാഹചര്യങ്ങൾ കയറി ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വികസനം നൽകിയ സ്ഥലമാണ് തലനാട്. സത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പൊതുവായൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇത്തവണയുള്ള അഭിപ്രായ വ്യത്യാസം നാളെ പരിഹരിക്കപ്പെടും. നാളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നാളെ കഴിഞ്ഞ് പരിഹരിക്കപ്പെടും. എല്ലാം 100% പരിഹരിച്ച ഒരു കാര്യം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കോൺഗ്രസിലെയും ജോസഫ് വിഭാഗത്തിലെ മറ്റാളുകളുടെയൊക്കെ പിന്തുണ പൂർണ്ണമായിട്ട് ഇപ്പോൾ പോളിംഗ് മണിക്കൂറുകളിൽ കിട്ടുന്നുണ്ടോ? എല്ലാവരുടെയും ഞാൻ പറഞ്ഞല്ലോ, ഒരേ മനസ്സോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 100% ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും. പാലായിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് CPIM PB അംഗം S രാമചന്ദ്രൻ പിള്ള. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ മുന്നേറ്റമുണ്ടാകുമെന്നും SRP തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. ഇനിയും 5 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നേടും. ജോയ് എബ്രഹാമിന്റെ പ്രസ്താവന തള്ളി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. വോട്ട് ചെയ്ത ശേഷം മടങ്ങി വരും വഴി ജോയ് എബ്രഹാം എന്തെങ്കിലും പറഞ്ഞതാവുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പ്രചരണം തീരും വരെ പാലായിൽ UDF ഒറ്റക്കെട്ടായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി ദില്ലിയിൽ പറഞ്ഞു. പാലാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പെന്ന് CPI നേതാവ് KE ഇസ്മയിൽ. ഇടത് സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാകും. കഴിഞ്ഞ 3.5 വർഷത്തെ ഭരണം കൊണ്ട് അഴിമതി മുക്ത സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ കേരളത്തെ എത്തിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി അറിയാമെന്നും അതിനാൽ ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ 3.5 കൊല്ലക്കാലത്ത് ഈ കേരളത്തിലെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതാ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് അക്കമിട്ടുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ചില അബദ്ധധാരണകൾ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ പ്രതിപക്ഷങ്ങൾ നടത്തുന്നത് ഒഴിച്ചാൽ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാണ്, ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിൻ്റെ കൂടി വിലയിരുത്തലായി നല്ല ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം പാലയിൽ ജയിക്കും. ഒരു മുന്നണിയോടും പ്രത്യേകിച്ച് അടുപ്പമോ അകൽച്ചയോ ഇല്ലെന്ന് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്. മാണിയുടെ വിടവ് പരിഹരിക്കപ്പെടാൻ പോകുകയാണെന്നും രൂപത അധ്യക്ഷൻ പറഞ്ഞു. സെന്റ് തോമസ് സ്കൂളിലെ 129 ബൂത്തിലാണ് ബിഷപ്പ് വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ സന്തോഷമല്ലേ, വോട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. ഒരു പൗരനെ സംബന്ധിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വോട്ടിംഗ് എന്ന് ഞാൻ കരുതുന്നു. അതേക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പാലക്കാരെല്ലാം ഇവിടെ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും വന്ന് കണ്ടിരുന്നു. ഇപ്പം
വലിയൊരു കാലദൈർഘ്യം ഇടയ്ക്ക് വന്നില്ലല്ലോ. ഇനിയിപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടാൻ പോവാണല്ലോ. അല്ല, അങ്ങനെ അടുപ്പൊക്കെ അവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ലല്ലോ. പാലായിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സമീർ ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്? എങ്ങനെയാണ് പൊതുവിലുള്ള അവിടുത്തെ ചിത്രം? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഹലോ സമീർ, ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണ്? എങ്ങനെയുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ വോട്ടിംഗ് പുരോഗമനം? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സമീർ, കേൾക്കാമോ? ആനന്ദ്, കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണങ്ങാനം പഞ്ചായത്തിലുള്ള സ്കൂളിലാണ്. സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബൂത്തുകളാണ് രണ്ട് ബൂത്തുകളാണ് ഇവിടെയുള്ളത്. 81, 83 ബൂത്തുകൾ. എനിക്ക് പിന്നിൽ കാണുന്നതാണ് 83ാമത്തെ ബൂത്ത്. അവിടെ ഇപ്പോൾ താരതമ്യേന വോട്ടർമാരുടെ എണ്ണം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 81ലേക്ക് മാറുകയാണ് എങ്കിൽ അവിടെ ഒട്ടും തന്നെ ഇപ്പോൾ ആരും തന്നെ ഇല്ല. ഉച്ചസമയമായതുകൊണ്ടായിരിക്കാം അവിടെ ഇപ്പോൾ വോട്ടർമാരുടെ ഗണ്യമായിട്ടൊരു കുറവാണുള്ളത്. നേരത്തെ മുതൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇവിടെ ഇപ്പോൾ 81ാമത്തെ ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം 1-2 എണ്ണം മാത്രമാണുള്ളത്. 83ൽ കുറച്ചുകൂടി വോട്ടർമാരുടെ എണ്ണം നമുക്ക് കാണാൻ കഴിയുന്നു. നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഇതുവരെയുള്ള സമയങ്ങളിൽ കാണാൻ കഴിയുന്നത്. 41% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു. വൈകിട്ട് 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയും ഒരു അനിഷ്ട സംഭവങ്ങളും ഇവിടങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നല്ല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും ആധുനികപരമായിട്ടുള്ള സംവിധാനങ്ങളാണ് VVPAT സംവിധാനം. ഒപ്പം തന്നെ M3 ഗണത്തിൽ വരുന്ന വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ വളരെ വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാർക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈനികരുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് 5 ബൂത്തുകൾ മൊത്തത്തിൽ പ്രശ്നബാധിത ബൂത്തുകളും ജാഗ്രതാ ബൂത്തുകളുമായിക്കൊണ്ട് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അവിടങ്ങളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CCTV ഉൾപ്പെടെയും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷകരും എത്തുന്നുണ്ട്. എന്നാൽ ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമാധാനപരമായിട്ട് തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഉച്ചസമയമായതുകൊണ്ട് ഇപ്പോഴത്തെ തിരക്കിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 41% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തും എന്നും നല്ല രീതിയിലുള്ള ഒരു പോളിംഗിലേക്ക് മൊത്തത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിവിധ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായിക്കൊണ്ട് തന്നെയായിരുന്നു മുന്നണികൾ പ്രചാരണം കൊഴുപ്പിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു കണക്കുകളനുസരിച്ച് നമുക്ക് 41% ആയിട്ടുള്ളൂ. ആ വിധത്തിൽ നോക്കുമ്പോൾ വേണ്ട വിധത്തിലുള്ള ഒരു പോളിംഗ് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ സമാധാനപരമായിട്ട് തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. വൈകിട്ട് 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആനന്ദ്, ഏതായാലും താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ പോളിംഗ് തുടരുകയാണ് എന്നാണ് സമീർ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ രാവിലെ 7 മണിക്ക് നമ്മൾ കണ്ട ഒരു തള്ളിക്കയറ്റം പോളിംഗിൽ ഉണ്ടാകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ വലിയ നിലയിൽ ഇത് മാറിയേക്കാനുള്ള സാധ്യതയും സമീർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മരടുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. മരട് ഫ്ളാറ്റ് പൊളിക്കുന്നത് സംബന്ധിച്ച് വിശദമായ മാസ്റ്റർ പ്ലാൻ സമർപ്പിക്കാമെന്ന് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി അറിയിച്ചു. ഫ്ളാറ്റുകൾ പൊളിക്കാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. സർക്കാരിന് വേണ്ടി ഹരീഷ് സാൽവെ ഹാജരായി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പ്രളയം സംബന്ധിച്ച കോടതിയുടെ പരാമർശത്തിന് പ്രളയം മറ്റേതു സംസ്ഥാനത്തെക്കാളും നന്നായി കേരളം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി മറുപടി നൽകി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുന്നു. ശരത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ആനന്ദ്, മരട് കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കേരളത്തിലുടനീളമുള്ള അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച ഒരു സർവേ നടത്തി സുപ്രീം കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ കാരണമാണ് ഓരോ തവണയും പ്രളയം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ വർഷം തന്നെ പ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയോടായിരുന്നു കാര്യങ്ങൾ കോടതി വിശദീകരിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവേക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചറിയുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തരത്തിലായിരുന്നു കോടതി നടപടികൾ ഉണ്ടായത്. കോടതി നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി ഹാജരായിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കോടതിയിൽ ചീഫ് സെക്രട്ടറി എത്തി എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹരീഷ് സാൽവെ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ചീഫ് സെക്രട്ടറിയെ കോടതി വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പ്രധാനമായും സർക്കാരിനോട് ചോദിച്ചത്, നിങ്ങൾ സത്യവാങ്മൂലത്തിൽ എന്തുകൊണ്ടാണ് ഈ ഫ്ളാറ്റുകൾ പൊളിക്കാൻ എത്ര സമയം വേണമെന്നതിനെ സംബന്ധിച്ച് വിശദമാക്കാഞ്ഞത് എന്നാണ്. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്, ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു കർമ്മ പദ്ധതി തന്നെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഈ ഒരു റിപ്പോർട്ട്, കർമ്മ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് വെള്ളിയാഴ്ചക്കകം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാമെന്നും അറിയിച്ചു. ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 മാസത്തോളം വേണ്ടിവരുമെന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹരീഷ് സാൽവെ വ്യക്തമാക്കി. പക്ഷേ കോടതി ഈ മരട് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങളെ പരിഗണിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ ഏറ്റവും പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ മരടിലെ ഫ്ളാറ്റുകളിൽ തന്നെ, ഫ്ളാറ്റുകളുടെ അടുത്ത് താമസിക്കുന്ന ജലാശയത്തിൽ വലിയ തോതിൽ വേലിയേറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ ആദ്യം മരണപ്പെടുക ഈ 380ഓളം ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ്. അക്കാര്യം മറന്നു പോകരുത് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. പിന്നീട് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ കേരളത്തിൽ ഉള്ളത് ഒരു തരത്തിൽ ഈ പ്രളയത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് കേരളത്തിന് രാജ്യം ഉൾപ്പെടെ വലിയ സംഭാവനകൾ ഇത്തരത്തിൽ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റേത് മാത്രമായ ഒരു വിഷയമായി ഇത് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു നിലപാടായിരുന്നു കോടതി എടുത്തത്. ഇതിനെ തുടർന്നാണ് ഒരു വിശദമായ സർവേ റിപ്പോർട്ട് തന്നെ അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടി വരും എന്നുള്ള നിരീക്ഷണം കോടതി നടത്തിയത്. ഏതായാലും കേസ് വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഉത്തരവ് തന്നെ ഇറക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മരട് വിഷയത്തിനും അപ്പുറത്തേക്ക് കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച വിശദമായ സർവേ തന്നെ നടത്താൻ ഉത്തരവിടുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ കൃത്യമായും കോടതി അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഉത്തരവ് എപ്പോൾ ഉണ്ടാകും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. കാരണം സർക്കാർ വ്യക്തമാക്കിയത്, ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ കർമ്മ പദ്ധതി വെള്ളിയാഴ്ചക്കകം സമർപ്പിക്കാമെന്നാണ്. അപ്പോൾ കോടതി പറഞ്ഞത് അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളൂ, പക്ഷേ ഞങ്ങൾ വിശദമായ ഉത്തരവ് ഇറക്കും എന്നാണ്. ആ ഒരു പരാമർശത്തിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ വിശദമായ ഉത്തരവിനുള്ള സാധ്യത ഉണ്ടോ എന്നും ചില അഭിഭാഷകർ സംശയിക്കുന്നു. ഏതായാലും വൈകുന്നേരത്തോടുകൂടി വിശദമായ ഉത്തരവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഇനി ഏതായാലും സംസ്ഥാന സർക്കാർ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അതിലൊന്ന്, എത്ര ദിവസത്തിനകം ഈ ഫ്ളാറ്റുകൾ പൊളിക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ച സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ നിശ്ചിത സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ ഫ്ളാറ്റുകൾ പൊളിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എത്ര ദിവസത്തിനകം ഫ്ളാറ്റുകൾ പൊളിക്കാം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഈ പുതിയ കർമ്മ പദ്ധതി എന്നുള്ള നിലയിൽ നൽകുന്ന റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശം നടത്തും. അതോടൊപ്പം തന്നെ ഏത് നിലയിലാണ് ഈ ഫ്ളാറ്റുകൾ പൊളിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചും സർക്കാർ വിശദീകരിക്കേണ്ടി വരും. കാരണം ഈ ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ സ്വാഭാവികമായും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള ഹർജികളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇത്തരത്തിലുള്ള ആശങ്കയും പരിസ്ഥിതി ആഘാതം സംബന്ധിച്ചുള്ള ആശങ്കയും പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായും ഈ കർമ്മ പദ്ധതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഏതായാലും വെള്ളിയാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു. ഈ വിശദമായ ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു സ്ഥിരീകരണമില്ല. എങ്കിൽ പോലും ഡെയിലി ഓർഡർ എന്നുള്ള നിലയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു ഉത്തരവ് ഉണ്ടാകും. ആ ഉത്തരവിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആണ് ഇനി പ്രധാനമായും കാത്തിരുന്നു കാണേണ്ടത്. ശരി, ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മരട് ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് വിശദമായ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരണമുണ്ട്. പക്ഷേ ആ ഉത്തരവ് വെള്ളിയാഴ്ച ആയിരിക്കുമോ അതോ ഇന്ന് വൈകിട്ടിനുള്ളിൽ തന്നെ വരുമോ
എന്ന കാര്യത്തിൽ ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് ദില്ലിയിൽ നിന്ന് ശരത് നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരിടവേള. ദിനവാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NCI Paints. നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന വീടിന് നിങ്ങൾ നൽകുന്ന സംരക്ഷണം. NCI Paints. Paint your life. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. ബെസ്റ്റ് വുഡ്. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്, ബെസ്റ്റ് വുഡ് ഉള്ളപ്പോൾ. Fine crafted traditional collections. Siren 3 by Chungat Jewelry. ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ്. behalf of താരകൻസ് റോയൽ ജ്വല്ലർ, കുന്നംകുളം, ഷാർജ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. AVT പ്രീമിയം ടീ, ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 12 മണിവരെ 38% പേർ വോട്ട് ചെയ്തു. പാലാ നഗരസഭയിലെ പാലായിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ മുന്നേറ്റം ഉണ്ടാകുമെന്നും SRP തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. ഇനിയും 5 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നേടും. ജോയ് എബ്രഹാമിന്റെ പ്രസ്താവന തള്ളി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. വോട്ട് ചെയ്ത ശേഷം മടങ്ങി വരുമ്പോഴേ ജോയ് എബ്രഹാം എന്തെങ്കിലും പറഞ്ഞതാകുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പ്രചരണം തീരും വരെ പാലായിൽ UDF ഒറ്റക്കെട്ടായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി ദില്ലിയിൽ പ്രതികരിച്ചു. പ്രചരണം തീരുന്നത് വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇപ്പം വോട്ട് ചെയ്ത് വരുന്ന വഴി ഇതുപോലെ ക്യാമറ വെച്ച് നീട്ടിയപ്പോൾ എന്തോ പറഞ്ഞതാണ്. പാലായിലെ UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അവിടെ എല്ലാവരും യോജിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം പാലായിൽ നമുക്ക് കാണാൻ സാധിക്കും. എലിക്കുളം, മീനച്ചിൽ, കൊഴുവിനാൽ പഞ്ചായത്തുകളുടെ വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇപ്പോൾ ഏത് ബൂത്തിലാണ് സ്വാലിഹ് ഉള്ളത്? ഒപ്പം ഈ 3 പഞ്ചായത്തുകളുടെ ഒരു പൊതുചിത്രം കൂടി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആനന്ദ്, പോളിംഗ് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ ആദ്യ മണിക്കൂറുകളിൽ വലിയ പോളിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഒരു 12 മണിക്ക് ശേഷം കാര്യമായ തിരക്ക് നമുക്ക് ബൂത്തുകളിലൊന്നും തന്നെ കാണാൻ കഴിയുന്നുമില്ല. എങ്കിലും ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനം ഉയരുമെന്ന ഒരു പ്രതീക്ഷ ഇരു ഭാഗത്തിനുമുണ്ട്. അത്രമേൽ വലിയ പ്രചാരണങ്ങളാണ് പാലാ നിയോജക മണ്ഡലത്തിൽ നടന്നിരുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പ്രധാനമായും റബ്ബർ കർഷകരുടെ എല്ലാം വിഷയങ്ങൾ. ഈ മീനച്ചിൽ പഞ്ചായത്തിലാണ് ജോസ് ടോമിന്റെ വീട്. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ മാത്രം 20-ലേറെ റബ്ബർ കടകൾ തന്നെ അടച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ഒരു റബ്ബർ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്തിരുന്നു LDF. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ LDFന് വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ പോളിംഗ് ഉയരുന്നത് സാധാരണ വോട്ടിംഗിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന, രാഷ്ട്രീയത്തിൽ അത്ര താല്പര്യമില്ലാത്ത പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് എന്ന ഒരു കണക്കുകൂട്ടലിലാണ് UDF നേതൃത്വമുള്ളത്. ഏതായാലും ഈ 3 പഞ്ചായത്തിലും പോളിംഗ് ശതമാനം താരതമ്യേന ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ആനന്ദ്. ശരി, സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാലായിലെ വിവിധ പഞ്ചായത്തുകളിൽ എന്നാണ് ഇപ്പോൾ സ്വാലിഹ് നൽകിയ വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു മുന്നണിയോടും പ്രത്യേകിച്ച് അടുപ്പമോ അകൽച്ചയോ ഇല്ലെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കറലങ്ങാട്.
മാണിയുടെ വിടവ് പരിഹരിക്കപ്പെടാൻ പോവുകയാണെന്നും രൂപത അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. സെന്റ് തോമസ് സ്കൂളിലെ 129 ബൂത്തിലാണ് ബിഷപ്പ് വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ സന്തോഷമല്ലേ, വോട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. ഒരു പൗരനെ സംബന്ധിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വോട്ടിംഗ് എന്ന് ഞാൻ കരുതുന്നു. അതേക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പാലക്കാരെല്ലാം ഇവിടെ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും വന്ന് കണ്ടിരുന്നു. ഇപ്പം വലിയൊരു കാലദൈർഘ്യം ഇടയ്ക്ക് വന്നില്ലല്ലോ, ഇനിയിപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടാൻ പോവാണല്ലോ. അല്ല, അങ്ങനെ അടുപ്പൊക്കെ ഇവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ലല്ലോ. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വിജയപ്രതീക്ഷയിലാണെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കോൺഗ്രസിലെയും ജോസഫ് വിഭാഗത്തിലെ മറ്റാളുകളുടെയൊക്കെ പിന്തുണ പൂർണ്ണമായിട്ട് ഇപ്പോൾ പോളിംഗ് മണിക്കൂറുകളിൽ കിട്ടുന്നുണ്ടോ? എല്ലാവരുടെയും ഞാൻ പറഞ്ഞല്ലോ, ഒരേ മനസ്സോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 100% ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും. 100% വിജയപ്രതീക്ഷയിലാണെന്ന് UDF സ്ഥാനാർത്ഥി ജോസ് ടോമും പ്രതികരിച്ചു. പോളിംഗ് ശതമാനം ഉയരുന്നത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൂവത്തോട് സ്കൂളിലെ 145 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ജോസ് ടോം. ഒന്നുമില്ലല്ലോ, വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടണമല്ലോ, അല്ലാതെ എല്ലാം സുഗമമായി മുന്നോട്ട് പോകും എന്ന് ആർക്കും പ്രതീക്ഷിക്കുന്നില്ല. ബാക്കിയൊക്കെ ദൈവം നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ 13 ലീഡ് ചെയ്യും. എന്താണ് ഒരു പ്രതീക്ഷ? അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. 90% പോളിംഗ് ഉണ്ടായാൽ 13 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യും. കെ മാണി പിന്നിൽ തലനാടും തലപ്പുറത്തുമായിരുന്നു കഴിഞ്ഞ. അതിൻ്റെ സാഹചര്യങ്ങൾ കയറി ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വികസനം നൽകിയ സ്ഥലമാണ് തലനാട്. സത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പൊതുവായൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇത്തവണയുള്ള അഭിപ്രായ വ്യത്യാസം നാളെ പരിഹരിക്കപ്പെടും. നാളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നാളെ കഴിഞ്ഞ് പരിഹരിക്കപ്പെടും. എല്ലാം 100% പരിഹരിച്ച ഒരു കാര്യം ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇപ്പോൾ ഷാജഹാൻ ചേരുന്നു പാലായിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്? എന്തൊക്കെ വിശദാംശങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ പുതുതായി ലഭിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാര്യം 1 മണിക്ക് ശേഷം കാര്യമായിട്ടൊരു ജനങ്ങൾ കൂടുതലായിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാര്യം അത്തരം ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഓരോ പോളിംഗ് ബൂത്തിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ 106, 107 പോളിംഗ് സ്റ്റേഷനുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ 106-ൽ മാത്രമാണ് അല്പം തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അവിടെ 900-ഓളം വോട്ടർമാരാണുള്ളത്. അത് പകുതിയിലധികം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞതായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനടുത്തും ഏതാണ്ട് 1200-ഓളം വോട്ടുള്ള 107-ാം നമ്പർ ബൂത്തുമുണ്ട്. പക്ഷേ അവിടെ കാര്യമായിട്ട് വോട്ടർമാർ എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചിങ്ങോലി പുലിയന്നൂർ വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പുലിയന്നൂർ എന്ന് പറയുന്ന ആശ്രമം LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനാണ്. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് ഓരോ പോളിംഗ് ബൂത്തുകളിലും ജനങ്ങളുടെ ഉച്ച ഭക്ഷണ സമയമായതുകൊണ്ടാവാം തിരക്ക് പൊതുവെ കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ കരൂർ ഗ്രാമപഞ്ചായത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും സമാനമായിട്ടുള്ള ആ ഒരു വോട്ടിംഗ് ശതമാനമാണ് കാണാൻ സാധിക്കുന്നത്. 45% വോട്ടിംഗ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ജനങ്ങൾ പരിപരിയായി നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലും കാണാൻ സാധിക്കുന്നില്ല. അത്രത്തോളം ജനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഓരോ ബൂത്തിലും എത്തുന്നില്ല എന്ന് വേണം നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. രാവിലെ കാര്യമായിട്ടുള്ള രീതിയിൽ വോട്ടർമാരുടെ ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം ഒരു തിരക്ക് ഓരോ പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടത്. അനന്തു. ശരി ഷാജഹാൻ, ഏതായാലും അല്പസമയത്തിന് ശേഷം ഷാജഹാനിലേക്ക് വീണ്ടും എത്താം പുതിയ വിവരങ്ങൾക്കായി. ഏതായാലും രാവിലെ ഉണ്ടായതുപോലെയുള്ളൊരു തള്ളിക്കയറ്റം വോട്ടിങ്ങിൽ ഉണ്ടാകുന്നില്ല, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന വാർത്ത ലഭിക്കുന്നു, വിശദാംശങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇനിയുള്ള സമയം നിർണായകമാണ്. പോളിംഗ് ശതമാനം ഉയർന്നേക്കാമെന്ന പ്രതീക്ഷ കൂടി നിങ്ങളുടെ വിവിധ പ്രതിനിധികൾ വിവിധ ബൂത്തുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കെ മാണിയുടെ പിന്തുടർച്ചാവകാശം കേരള കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് ജോസഫ് വിഭാഗം നേതാവ് ജോയ് എബ്രഹാം.
അതൊരു കുടുംബത്തിന് അവകാശപ്പെട്ടതല്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമാണ്. കെ എം മാണിയുടെ തന്ത്രങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ കുതന്ത്രങ്ങളാണ് ഭരിക്കുന്നതെന്നും ജോയ് എബ്രഹാം ആരോപിച്ചു. മാണിസാറിൻ്റെ ആ ലെഗസി എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് എമ്മിനാണ് അതിന് അവകാശം. ഞങ്ങളൊക്കെ അതിൽ അർഹതപ്പെട്ടവരാണ്. ആ ലെഗസിക്ക് ഞങ്ങളൊക്കെ പങ്കാളികളാണ്. അതൊരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ഒന്നും അല്ല. അപ്പോൾ ആ ലെഗസി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കേരള കോൺഗ്രസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സിലാണ്. ഇത് കുടുംബകാര്യമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ചിഹ്നത്തിൻ്റെ കാര്യമാണ്. അത് ചിഹ്നം ആവശ്യം ഇല്ല എന്നുള്ള നില വന്നാൽ, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ചിഹ്നം ആരും നിഷേധിച്ചതല്ല, ആ ചിഹ്നം മനപ്പുറം വാങ്ങാതിരുന്നതാണ്. സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട് പാലയിൽ നിന്ന്. സിജു, ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണുള്ളത്? ഏതൊക്കെ പഞ്ചായത്തുകളുടെ ഒരു പൊതുചിത്രം കൂടി നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും സിജു? ഉച്ചയോടടുക്കുമ്പോൾ പോളിംഗ് ശതമാനം എല്ലാ ബൂത്തുകളിലും 40% അടുത്തിരിക്കുന്നു. മേലുകാവ്, മൂന്നിരവ്, തലനാട് പഞ്ചായത്തുകളുടെ വിവരങ്ങളാണ് കൈമാറാനുള്ളത്. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ മേഖലയിലും കൃത്യമായി പോളിംഗ് ആരംഭിച്ചു. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള തകരാറൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ രാവിലെ മുതൽ വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആളുകൾ 2-3 പേർ കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്രമാനുഗതമായി വലിയ നിര വോട്ടർമാരുടെ കാണാനുണ്ടെങ്കിലും ക്രമാനുഗതമായി പോളിംഗ് ശതമാനം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിലെ ആകെ ചിത്രം 77.25% പോളിംഗ് ആയിരുന്നു. ഇതേ നിലയിൽ പോളിംഗ് മുന്നോട്ട് പോയാൽ ആ പോളിംഗ് ശതമാനത്തോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പാലയിലെ മലയോര മേഖലയായ ഈ 3 പഞ്ചായത്തുകളിൽ നിന്നും പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നിലവ്, മേലുകാവ് പഞ്ചായത്തുകൾ UDF മേൽക്കൈയുള്ള പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ തലനാട് പഞ്ചായത്ത് LDF മേൽക്കൈയുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികളും UDF LDF മുന്നണികൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന മേഖലയാണ് പാലയുടെ മലയോര മേഖലയായ ഈ 3 പഞ്ചായത്തുകളും. 3 പഞ്ചായത്തുകളിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് LDFും അതോടൊപ്പം തന്നെ UDFും. പരമാവധി വോട്ടർമാരെ വളരെ നേരത്തെ തന്നെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയോടടുക്കുമ്പോൾ പോളിംഗിൽ ചെറിയ ഒരു മന്ദഗതി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുമെന്നാണ് മുന്നണിയുടെ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും പോളിംഗ് ക്രമാനുഗതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ശരി സിജു, ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെയാണ് കൂടുതൽ പ്രതീക്ഷാ മുന്നണികൾക്കുള്ളത്. വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഇരു മുന്നണികളും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ ആ നിലയിലുള്ള ഒരു കുതിച്ചുകയറ്റം ശതമാനക്കണക്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷേ അത് കൂടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല വരുന്ന മണിക്കൂറുകളിൽ. കെ മാണിയോടൊപ്പം നിന്നവരെ ആട്ടിപ്പായിച്ചവരാണ് മാണിയുടെ പേരിൽ സഹതാപം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതെന്ന് ഇടത് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ. കേരള കോൺഗ്രസ് എമ്മിന്റെ ചിഹ്നം നഷ്ടപ്പെടുത്തിയത് ജോസ് കെ മാണിയാണെന്നും മാണി സി കാപ്പൻ പ്രതികരിച്ചു. പാലായിൽ ഇത്തവണ വിജയം LDFനായിരിക്കുമെന്നും അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം വിവിധ ബൂത്തുകളിൽ എത്തിക്കൊണ്ട് ഏജന്റുമാരെയൊക്കെ കാണുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകൾ? അല്ല, പ്രതീക്ഷ നേരത്തെ പോലെ തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. ഇപ്പം ചാനലിൽ കൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടു, ജോസ് കെ മാണി KM മാണി സാറിൻ്റെ പേരിലുള്ള സഹതാപ തരംഗം ഇവിടെ ഉണ്ടായിരിക്കുകയാണെന്ന്. തികച്ചും KM മാണി സാറിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും അവഹേളിച്ചതാണ് ജോസ് കെ മാണി. കാരണം CF തോമസ് സാറിനെയും PJ ജോസഫിനെയും പോലുള്ള സീനിയർ നേതാക്കളെ അവഹേളിച്ച്, അപമാനിച്ച്, കൂക്കി വിളിച്ച് അത് ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ വികാര വോട്ടായി പുറത്തു വരും, സംശയം വേണ്ട. അത്രയേറെ അവരുടെ കോലം കത്തിച്ചു. പാരലായിട്ട് മണ്ഡലം കമ്മിറ്റികളുണ്ടായി. ജോസ് കെ മാണിയുടെ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മുഴുവൻ കാണിച്ച് സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ KM മാണി സാറിൻ്റെ പേരിൽ സഹതാപതരം കൊണ്ടെന്ന് പറയുന്നത് അപഹാസ്യമാണ്. അതുപോലെ തന്നെ പാല രൂപത അധ്യക്ഷൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു മുന്നണിയോടോ സ്ഥാനാർത്ഥിയോടോ ഒന്നും ഒരു മമതയുമില്ല. അതിൻ്റെതായ രീതിയിൽ സഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു നിലപാട് സഭയും സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം വളരെ മാന്യമായിട്ടല്ലേ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയോട് പ്രത്യേക താല്പര്യമോ
ഒരു സ്ഥാനാർത്ഥിയോട് പ്രത്യേകിച്ച് എതിർപ്പുമില്ല. അതായത് സഭ നിഷ്പക്ഷമായി നിലകൊള്ളൂ എന്നുള്ളതിന് പറഞ്ഞാൽ അർത്ഥമാണ്. PJ ജോസഫ്, അതുപോലെ CF തോമസ്, ജോയ് എബ്രഹാം, സജി മഞ്ഞക്കടമ്പിൽ, ഈ പ്രമുഖരെല്ലാം തന്നെ ഇവരുടെ പ്രചാരണ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. പ്രത്യേകിച്ചും കെ മാണിയുടെ ഏറ്റവും അടുത്ത വ്യക്തിത്വങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയ് എബ്രഹാം, CF തോമസ് ഉൾപ്പെടെയുള്ളവർ. പക്ഷെ അവരെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിനെത്രമാത്രം UDF-ൽ പ്രശ്നങ്ങളായിരിക്കും, അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്ന് വിചാരിക്കുന്നത്? തീർച്ചയായും സ്വാഭാവികമായ വോട്ടുകളായിട്ട് മാറണമെന്നുള്ള ഇടതുപക്ഷത്തോട്ട് തന്നെയാണല്ലോ വരേണ്ടത്. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ബോണസ് വോട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം തന്നെ ജയിക്കും. ഇവരെല്ലാം ഒന്നിച്ച് നിന്നപ്പോഴും 4700 വോട്ടിൻ്റെ വ്യത്യാസമില്ലാന്നുള്ള പ്രഗത്ഭനായ മാണി സാറിനോട്, ഇനിയിപ്പോൾ അത്ര പ്രഗത്ഭനില്ലാത്ത ജോസഫിനോട് മത്സരിക്കുമ്പം അത് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടും എന്തായാലും. നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സഹതാപ തരംഗം എന്നുള്ള ഒന്ന് എവിടെയും ഒരു ഫാക്ടറായിട്ട് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ സഹതാപ തരംഗമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞിങ്ങനെ കൊട്ടിഘോഷിച്ച് ചാനലിൽ കൂടെ പറയുന്നവർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടുകയില്ല. കാരണം രണ്ടാമത് ചിഹ്നം കൊണ്ട് കളഞ്ഞു. പാർട്ടി സ്വന്തമായിട്ട് പാർട്ടി ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള സീനിയർ നേതാക്കളെ അവഹേളിച്ചു. അവർക്കെന്താ ഇത് പറയാൻ അർഹത? PJ ജോസഫ് സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കെ മാണി സാറ് ഔസേപ്പച്ച ഞാനല്ലേ മുതിർന്നത്, ഞാൻ ചെയർമാൻ, നീ ഇപ്പോൾ വർക്കിംഗ് ചെയർമാനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് താൻ വർക്കിംഗ് ചെയർമാനായതെന്നാണ് PJ ജോസഫ് സാർ പറയാറുണ്ടായിരുന്നത്. അതാണ് അവർ അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തിയെയാണ് പിന്നീട് UDF-ന്റെ പ്രചാരണ പരിപാടിക്ക് എത്തുമ്പോൾ കൂക്കി വിളിക്കുകയും വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് ജോസ് കെ മാണിക്കും പറയാമായിരുന്നല്ലോ. PJ ജോസഫ് സാറിനെ പോലെ സീനിയറായിട്ടുള്ള ആളാണ്, അങ്ങ് ഇതിൻ്റെ ചെയർമാനായിരിക്കും, അല്ലെങ്കിൽ CF തോമസ് ചെയർമാനാകട്ടെ എന്ന് പറഞ്ഞ ഫോർമുലയിൽ വരാമായിരുന്നു. അതെല്ലാം കളഞ്ഞ് സ്വന്തം ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടി, പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പാർട്ടിയെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ, ചിഹ്നം ഇല്ലാതാക്കിയില്ലേ, പരസ്പരം കോലം കത്തിച്ചില്ലേ, ഈ മണ്ഡലം ജില്ലാതലം മുതൽ മണ്ഡലം തലം വരെ കമ്മിറ്റികൾ വരെ ഉണ്ടായില്ലേ. അവർക്ക് ഇനി മാനസികമായിട്ട് എങ്ങനെ യോജിക്കാൻ കഴിയും? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്ന ഒരു അഡീഷണൽ ബോണസാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിനകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലും കെ മാണിയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ കെ മാണിയോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അനുകമ്പ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് അദ്ദേഹത്തോടുള്ള സ്നേഹം വാത്സല്യമൊക്കെ നിലനിർത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ ചിഹ്നവും ഒപ്പം തന്നെ അടുത്ത് നിന്ന PJ ജോസഫ്, CF തോമസ് ഉൾപ്പെടെയുള്ളവരെ കൂടെ നിർത്താനായിരുന്നു ജോസ് കെ മാണി ശ്രമിക്കേണ്ടത്. എന്നാൽ അത്തരമൊരു കാര്യങ്ങളൊന്നും അല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ സഹതാപ തരംഗം എന്ന രീതിയിൽ പറഞ്ഞു പരത്താനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു തരംഗവും ഇപ്പോൾ പാലായിലില്ല എന്ന് തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ വിലയിരുത്തൽ. പാലായിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.